ഹായ് ഓൾ, നിങ്ങളെല്ലാവരും ക്ലാസ് 12 CBSE എക്സാമിന് തയ്യാറെടുക്കുന്നവരായിരിക്കാം. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും വെയിറ്റേജ്. കാരണം ആ ഒരു വെയിറ്റേജ് അനുസരിച്ചാണ് നിങ്ങൾക്കെല്ലാം പഠിക്കാനും എക്സാംസും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുക അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അതിൻ്റെ വെയിറ്റേജ് എന്ന് പറഞ്ഞാൽ. നമുക്ക് ടോട്ടൽ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്? നമുക്ക് 7 ചാപ്റ്റേഴ്സ് ഇപ്പോൾ പഠിക്കാറുണ്ട്. അതിൽ ടോട്ടൽ 70 മാർക്ക് എക്സാമിന് വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററാണ് റിവ്യൂ ഓഫ് പൈത്തൺ ബേസിക്സ് ചാപ്റ്റർ. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നിങ്ങൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചിട്ടുള്ള പൈത്തണിൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാ കോൺസെപ്റ്റും വൃത്തിയായിട്ട് പഠിക്കുന്ന ഒരു ചാപ്റ്റർ തന്നെയാണ് എന്താ ഫസ്റ്റ് ചാപ്റ്റർ. അതിൽ നിന്ന് നമുക്ക് വരുന്ന വെയിറ്റ് എന്ന് പറയുന്നത് 14 മാർക്കാണ്. ഓക്കെ, 14 മാർക്ക് നിസ്സാരമല്ല. കൂടുതൽ MCQസും കൂടുതൽ എക്സ്പ്ലനേഷൻസ് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ചാപ്റ്ററാണ് എന്താ ഫസ്റ്റ് ചാപ്റ്റർ. സെക്കൻഡ് ചാപ്റ്റർ പറയുകയാണെങ്കിൽ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു പുതിയൊരു കോൺസെപ്റ്റ് ആണ്. പുതിയൊരു കോൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം നിങ്ങൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചുള്ളതൊക്കെ മാത്രമല്ല കുറച്ച് അഡ്വാൻസ്ഡ് കാര്യങ്ങൾ പഠിക്കുന്ന ഒരു ചാപ്റ്റർ തന്നെയാണിത് ഫങ്ഷൻസ്. പക്ഷെ അതിനകത്ത് മാർക്ക് എത്ര മാത്രമേ ഉള്ളൂ? 8 മാർക്കേ ഉള്ളൂ. അത് കുറവല്ല, കുറച്ച് കൂടുതൽ തന്നെയാണ്, കുറച്ച് മീഡിയം നിൽക്കുന്ന ഒരു മാർക്ക് അല്ലേ. നെക്സ്റ്റ് ചാപ്റ്റർ ആണ് ഡേറ്റ ഫയൽ ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ കാരണം കുറച്ച് അഡ്വാൻസ് വരുന്ന ഒരു ചാപ്റ്റർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എത്ര മാർക്കുണ്ട്? 14 മാർക്കിന് ക്വസ്റ്റ്യൻസ് വരും. 14 മാർക്ക് നിസ്സാരമല്ല. അപ്പോൾ നെക്സ്റ്റ് ചാപ്റ്റർ ആണ് ഡേറ്റ സ്ട്രക്ചേഴ്സ് യൂസിങ് സ്റ്റാക്ക്. അപ്പോൾ അത് കുഞ്ഞു ചാപ്റ്ററാണ്, വളരെ കുഞ്ഞു ചാപ്റ്ററാണ്. കാരണം ഒരു കോൺസെപ്റ്റ് മാത്രമേ നമുക്ക് പഠിക്കുന്നുള്ളൂ, സ്റ്റാക്ക് മാത്രമേ പഠിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് മാർക്ക് 4 മാർക്കേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ പറയുകയാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് വലിയ ചാപ്റ്റർ തന്നെയാണ്. കാരണം കുറച്ച് 1ഉം 2ഉം പാർട്ട് നിൽക്കത്തില്ല, ഒരു 5-6 പാർട്ട് ലൈവ് നിൽക്കുന്ന ഒരു ചാപ്റ്റർ തന്നെയാണ് എന്താ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. അതിൽ നിന്ന് ഏകദേശം നമുക്ക് 10 മാർക്ക് കൃത്യമായിട്ട് വരുന്ന ഒരു ചാപ്റ്റർ ആണ് എന്താ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. ഇനി നെക്സ്റ്റ് ചാപ്റ്റർ പറയുകയാണെങ്കിൽ ഡേറ്റാബേസ് ആൻഡ് SQL എന്ന് പറയുന്ന ചാപ്റ്ററിന് വരുന്ന മാർക്ക് എന്ന് പറഞ്ഞാൽ 15 മാർക്കാണ്. 15 മാർക്ക് നിസ്സാരമല്ല. കാരണം നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്നാണ് റിവ്യൂ ഓഫ് പൈത്തൺ ബേസിക്സ് 15 മാർക്കിനാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈക്വലായിട്ട് വരുന്ന ഒരു ചാപ്റ്റർ തന്നെയാണ് എന്താ ഡേറ്റാബേസ് ആൻഡ് SQL. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് ചാപ്റ്റർ ആണ് പൈത്തൺ ആൻഡ് SQL കണക്ടിവിറ്റി. അതിൽ നിന്ന് വരുന്നത് വെറും 5 മാർക്കേ ഉള്ളൂ. കാരണം അതൊരു കുഞ്ഞു ചാപ്റ്റർ ആണ്, അതുകൊണ്ട് തന്നെ 5 മാർക്കിന് ക്വസ്റ്റ്യൻസ് വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ ചാപ്റ്റേഴ്സിൻ്റെ വെയിറ്റേജ് മനസ്സിലായി കാണും. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ കൂടുതൽ ലൈവ് ക്ലാസ്സുകൾക്കും റെക്കോർഡ് ക്ലാസ്സുകൾക്കും ലൈവ് ടെസ്റ്റിനും എന്ത് ചെയ്യുക? നിങ്ങൾ ആക്റ്റീവ് ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.